സാംസൺ. ന്യായാധിപന്മാരുടെ പുസ്തകം 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ ഏറ്റവും ആകർഷകമായ ഒരു കഥാപാത്രം. ഇസ്രായേൽ വീണ്ടും പാപം ചെയ്യുന്നു. 40 വർഷം ഫിലിസ്തീനരുടെ കീഴിലാകുന്നു. രക്ഷകന് വേണ്ടി അവർ നിലവിളിക്കുന്നു. കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയുടെ അടുത്തേക്ക് വന്ധിയായിരുന്ന അവൾക്ക് ഒരു ശിശുവിനെ വാഗ്ദാനം ചെയ്യുന്നു. അവനെ നാസീർ വ്രതക്കാരനായി വളർത്തണമെന്ന് ആവശ്യപ്പെടുന്നു. അവിടെ അവന്റെ ദൗത്യം പറയുന്നുണ്ട്. അവൻ ഫിലിസ്തീനരുടെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. നാസീർ വ്രതക്കാരൻ, കർത്താവിന് സമർപ്പിക്കപ്പെട്ടവൻ. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി അവനിൽ ആവേശിച്ചു എന്നാണ് വചനം പറയുക. അതുകൊണ്ട് തന്നെ അതിമാനുഷികമായിട്ടുള്ള ശക്തികളുള്ളവൻ. പക്ഷേ അവൻ എടുത്തുചാട്ടക്കാരനായിരുന്നു. വിജാതീയ സ്ത്രീകളുടെ പിന്നാലെ പോകുന്നവനായിരുന്നു. വിളിയോട് അവിശ്വസ്തത പുലർത്തിയവനായിരുന്നു. അതിൻ്റെ ക്ലൈമാക്സ് ആണ് നമ്മൾ ദലീലായുടെ സംഭവത്തിൽ കാണുക. രഹസ്യം വെളിപ്പെടുത്തുന്നു, മുടി മുറിക്കുന്നു, അവർ അവനെ ബന്ധിതനാക്കുന്നു, കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് കാരാഗ്രഹത്തിലടയ്ക്കുന്നു. ആത്മീയ അന്ധത, പാപം, അത് ബന്ധനത്തിലേക്ക്, കാരാഗ്രഹത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്നു. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് മുണ്ടനം ചെയ്ത മുടി വീണ്ടും വളരാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ വ്രതനവീകരണം നടക്കുന്നു എന്നതിൻ്റെ സൂചനയാണവിടെ. അവൻ വീണ്ടും ബലിയർപ്പിക്കാനായി അവനെ കെട്ടിയിട്ടപ്പോൾ അവൻ കർത്താവിനോട് ചോദിക്കുന്നു, ദൈവമായ കർത്താവെ, എന്നെ ഓർക്കണമേ, ഇപ്രാവശ്യം കൂടി എൻ്റെ യാചന കേൾക്കണമേ. കർത്താവ് അവന് ശക്തി കൊടുക്കുന്നു. അവൻ തൂണും കെട്ടിടവും അടക്കം അവനോടുകൂടെ ഫിലിസ്തീനെ മുഴുവൻ കൊന്നൊടുക്കുന്നു. വചനം പറയുക, അവൻ മരിച്ചപ്പോൾ കൊന്നവരുടെ എണ്ണം ജീവിച്ചിരുന്നപ്പോൾ കൊന്നവരെക്കാൾ കൂടുതലായിരുന്നു. അവൻ്റെ അവസാനത്തെ ബലിയിലൂടെ, സഹനത്തിലൂടെ അവൻ രക്ഷ കൊണ്ടുവരുന്നു. ഇത് ക്രിസ്തുവിൻ്റെ ബലിയോട് ചേർത്ത് വയ്ക്കാവുന്നതാണ്. അപൂർണമായ ഒരു പ്രതിരൂപം. ജനനത്തിന് മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ആത്മാവ് നിവേശിച്ചവൻ, പക്ഷെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കപ്പെട്ടവൻ, മരണത്തിലൂടെ രക്ഷ കൊണ്ടുവന്നവൻ. പക്ഷെ ക്രിസ്തു മരണത്തിലൂടെ പാപത്തെ ജയിച്ച് ശാശ്വതമായിട്ടുള്ള സമാധാനവും രക്ഷയും കൊണ്ടുവന്നു. സാംസന്റെ കഥയിലാകട്ടെ, അവൻ വിളി ലഭിച്ചവനാണ്, ഒത്തിരി അനുഗ്രഹം ലഭിച്ചവനാണ്, എങ്കിലും വിളിയോട് അവിശ്വസ്തത പുലർത്തിയവനാണ്. കർത്താവ് നമുക്ക് ഒത്തിരി ദാനങ്ങൾ നൽകുമ്പോൾ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.